പാചകവാതകക്ഷാമം രൂക്ഷമായതോടെ ഇടുക്കി മൂന്നാറിലെ ഹോട്ടലുകളിലും ചായക്കടകളിലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പാചകവാതകത്തിന് വില വർദ്ധിച്ചതോടെ ചായയ്ക്കും പലഹാരങ്ങൾക്കും വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ചായക്കട ഉടമകൾ പറയുന്നത്. സമ്മാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ചായക്കടകളും ഹോട്ടലുകളും നിലവിൽ കടന്നുപോകുന്നത്. പാചകവാതകക്ഷാമം രൂപം കൊണ്ടതോടെ ചായക്കടകളുടെ പ്രവർത്തനം ആകെ താളം തെറ്റി. എണ്ണപ്പലഹാരങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ചില ചായക്കടകൾ പൂർണ്ണമായും അടച്ചു. ഉണ്ടായിരുന്ന തൊഴിലാളികളെ പറഞ്ഞയക്കേണ്ടി വന്ന ചായക്കട ഉടമകളുണ്ട്. നിലവിൽ തുറന്നു പ്രവർത്തിക്കുന്ന മൂന്നാറിലെ ചായക്കടകൾ ഏറെ പണിപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചായയ്ക്കും പലഹാരത്തിനും വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഹോട്ടൽ സംഘടനാ നേതൃത്വവും പറയുന്നു. அத்தியாவசிய சாதனங்களுக்கு எல்லா விலையும் கூடியிருக்குது. கேஸ் 1450 ரூபாய் வந்து இப்போ ஒட்டடிக்கு 3450 ரூபாய் கூடியிருக்குது. அது இல்லாமல் எல்லா சாதனங்களும் எண்ணெய் அத்தியாவசிய சாதனம் எல்லாமே விலை கூட்டியிருக்கனால நாங்கள் எங்களை கொண்டு முடியாத பட்சத்தில் இந்த விலை வர்த்தனை ஆக்கியிருக்கோம். இது எல்லா இடங்களிலும் விலை கூடியிருக்குது. நிறைய கடைகளை அடைக்க வேண்டிய சிச்சுவேஷனாக வந்திருக்குது. அதனால் முடியாத பட்சத்தில் இந்த அளவுக்கு நாங்கள் விலை கூட்டியிருக்கிறோம். നിലവിൽ മൂന്നാറിൽ ചായയ്ക്ക് 15 രൂപയും കാപ്പിക്ക് 20 രൂപയും പലഹാരങ്ങൾക്ക് 15 രൂപയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പാചകവാതകം ലഭിക്കണമെങ്കിൽ വലിയ വില നൽകേണ്ടുന്ന സാഹചര്യവുമുണ്ട്. കൂടാതെ എണ്ണയുടെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. പാചകവാതകക്ഷാമം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ഹോട്ടലുകളും ചായക്കടകളും അടച്ചിടലേക്ക് പോകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.